അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ നിർത്തിയിട്ട് നട്ടെല്ലുണ്ടെങ്കിൽ നേർക്ക് നേർ വരൂ എന്നാണ് IRGCയെ വെല്ലുവിളിച്ചുകൊണ്ട് പെന്റഗൺ പറഞ്ഞിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം വെറും ഭീരുത്വമാണ്. അമേരിക്കയെ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം. എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഇറാന്റെ കാര്യത്തിൽ US ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കിയേ ഇനി മടങ്ങുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ മറുപടി. ജോർദാനിൽ ഇറാൻ ആക്രമണം നടന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. USന്റെ അഭിമാനമായ വിമാനങ്ങൾക്ക് ഞങ്ങൾ തീയിട്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. തങ്ങളുടെ രാജ്യത്ത് US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 8 പേർ കൊല്ലപ്പെട്ടതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ തിരിച്ചടിയെന്നാണ് ഇറാൻ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ജോർദാനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട്. ജോർദാനിലെ അൽ അസ്രഖ് എയർബേസ് ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണമെന്നാണ് സൂചന. USന്റെ F-15, F-16, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ഹാങ്ങറുകൾക്ക് നേരെയാണ് തങ്ങൾ പ്രഹരമേൽപ്പിച്ചതെന്ന് ഇറാൻ സൈനിക വൃത്തങ്ങൾ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിതെന്നും IRGC കൂട്ടിച്ചേർത്തു. എന്നാൽ ഇറാന്റെ അവകാശവാദങ്ങൾ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഇറാന്റെ ഒട്ടനവധി മിസൈലുകളെയും ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി സമാധാന കരാർ ഉപേക്ഷിച്ചു തുടങ്ങിയ ഏറ്റുമുട്ടലാണ് പുതിയ തലത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തുള്ള അക്രമകാരികളായ അമേരിക്കക്കാരുടെ താൽപര്യങ്ങൾ ലക്ഷ്യമിടാൻ ജോർദാനിലെ ജനങ്ങളോട് ഇറാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ജോർദാന്റെ മണ്ണിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ അവിടുത്തെ ജനങ്ങൾ അടിച്ചോടിക്കണം എന്നാണ് IRGC ആഹ്വാനമിട്ടിരിക്കുന്നത്. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജോർദാനിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ പുതിയ തരം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു എന്നാണ് വിവരം. സംഘർഷം മേഖലയിൽ കൂടുതൽ വ്യാപിക്കുമെന്ന ഭീതിയിലാണ് നിലവിൽ അന്താരാഷ്ട്ര സമൂഹം ഉള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. ഇരുകൂട്ടരും തമ്മിലുള്ള സമാധാന ചർച്ചകളുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് പുതിയ ആക്രമണങ്ങൾ അത് ഒരു ഘോര യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കുവൈറ്റിലെ US ആർമി വെയർഹൌസിന് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോയും ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അറബ് മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ് അമേരിക്ക ചെയ്യുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇറാൻ വെറും ഉമ്മാക്കി കാണിക്കുകയാണ്, ഓലപ്പാമ്പ് കാണിക്കുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് IRGC പുറത്തുവിടുന്നത്. ഇത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നതും. കഴിഞ്ഞ ആഴ്ച ബഹ്റൈനിലെയും ഖത്തറിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോയിൽ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി വ്യക്തമാകുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തസ്നീം പുറത്തുവിട്ട മറ്റൊരു വീഡിയോയിൽ ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ഡ്രോൺ സെന്ററിന് സംഭവിച്ച നാശനഷ്ടങ്ങളും കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ കടന്നുകയറ്റത്തിനുള്ള മറുപടിയാണ് ഈ ആക്രമണങ്ങളെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിരിച്ചടിക്കുന്നു. ഇറാൻ അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുമ്പോൾ തിരിച്ച് അതിലും വലിയ ആക്രമണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സകല മേഖലകളിലും കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം. ഇസ്രയേൽ ഒരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഇറങ്ങേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇങ്ങനെ സഹികെട്ട് നിൽക്കുകയാണ്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ. തങ്ങളുടെ പരമാധികാരത്തിൽ കടന്നു കയറുന്ന ഇറാൻ സർവ്വസീമകളും ലംഘിക്കുന്നു. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ജോർദാന്റെ മറുപടി. അമേരിക്കൻ താവളങ്ങൾക്ക് വഴി തുറന്നുകൊടുത്ത അറബ് രാജ്യങ്ങളോട് കട്ടക്കലിപ്പിലാണ് ഇറാൻ. ഇറാന് ചുറ്റുമുള്ള മിക്കവാറും ഇസ്ലാമിക രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്.
ഇറാനെ നിരീക്ഷിക്കുന്നതിനും ശത്രുത മൂത്താൽ കയറി അടിക്കാനും വേണ്ടിയാണ് US അറബ് മണ്ണിൽ സൈനിക താവളം തുടങ്ങി ഒരു പിടിയിട്ടത്. കാലങ്ങളായി ഇറാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അറബ് മണ്ണിലെ US സൈനിക താവളങ്ങൾ പൊളിക്കണമെന്നാണ്. ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് റവല്യൂഷണറി ഗാർഡ് ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ജോർദാനിലെ അസ്രഖ് വ്യോമത്താവളത്തിൽ തങ്ങൾ വീണ്ടും ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു IRGC അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി രംഗത്തേക്ക് വന്നത്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോട് തങ്ങൾക്ക് ശത്രുതയില്ല എന്നും മറിച്ച് സ്നേഹമാണെന്നും IRGC വ്യക്തമാക്കി. എന്നാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ഈ താവളങ്ങൾ ഉപയോഗിക്കുന്നതിലാണ് ഇവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾക്ക് പ്രത്യാക്രമണം നടത്തേണ്ടി വരുന്നത് എന്ന് IRGC വിശദീകരിച്ചു. മിനാബ് സ്കൂളിലെ ആക്രമണത്തിൽ 186 കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവം പരാമർശിച്ചുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ വ്യോമത്താവളങ്ങൾ അമേരിക്ക ദുരുപയോഗം ചെയ്യുകയാണെന്ന് IRGC പ്രസ്താവന ഇറക്കിയത്. ജോർദാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പലസ്തീൻ ജനത നേരിടുന്ന ദുരിതങ്ങളും അനീതിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നവരാണ് ജോർദാനിലെ ജനങ്ങളെന്ന് IRGC പറഞ്ഞു. അതുകൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങൾ ജോർദാൻ വിട്ടു പോകാൻ ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നും അങ്ങനെ ചെയ്താൽ പലസ്തീൻ ജനതയെ രക്ഷിക്കാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും വലിയൊരു സംഭാവന നൽകാൻ സാധിക്കുമെന്നും IRGC ആഹ്വാനം ചെയ്തു. കുവൈറ്റിലും സമാനമായ രീതിയിൽ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനും അമേരിക്കൻ അധിനിവേശകരുടെ താവളങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഭൂമിയെ മോചിപ്പിക്കാനും IRGC ആവശ്യപ്പെട്ടത്. കൂടാതെ ഇറാന് നേരെ ആക്രമണം തുടർന്നാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള പ്രത്യാക്രമണങ്ങൾ ഇനിയും തുടരുമെന്നാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അറബ് മണ്ണിലാണ് USന്റെ സൈനിക താവളങ്ങൾ ഉള്ളതെന്നും ഈ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ അറബ് മണ്ണിലേക്ക് ഞങ്ങളുടെ മിസൈലുകൾ പ്രവേശിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. മേഖലയിലെ US സൈനിക സാന്നിധ്യം സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിനാൽ US സേനയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ജനങ്ങൾ ഇറങ്ങണമെന്നുമാണ് ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ, അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എല്ലാ കാലത്തും ഇറാന് ഭീഷണി തന്നെയാണ്. അതായത് ഇറാൻ അവരുടെ മേഖലയിൽ പ്രോക്സികളെയാണ് ഇറക്കിയിരിക്കുന്നത്. ഭീകര ഗ്രൂപ്പുകളെ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി, അങ്ങനെ ഒരു കൂട്ടം സംഘം, ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യകൾ, അങ്ങനെ ഒരു പ്രോക്സി സംഘത്തെ തന്നെ അവിടെ പടുത്തുയർത്തിയിട്ടുണ്ട്. ഈ പ്രോക്സി സംഘത്തിനും ഇറാനും വലിയ ഭീഷണി ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ തന്നെയാണ്. പല രാജ്യങ്ങളിലായി നിരവധി വ്യോമ താവളങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. വാഷിംഗ്ടൺ DC-യിലുള്ള അമേരിക്കൻ സർവകലാശാലയിലെ രാഷ്ട്രീയ നരവംശാസ്ത്ര പ്രൊഫസറായ ഡേവിഡ് വൈനിന്റെ അഭിപ്രായത്തിൽ 2021 ജൂലൈ വരെ USന് കുറഞ്ഞത് 80 രാജ്യങ്ങളിലായി ഏകദേശം 750 സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ജപ്പാനിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ US താവളങ്ങൾ ഉള്ളത്. 180 ആണ് ജപ്പാനിലെ US താവളങ്ങളുടെ എണ്ണം.